ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഏലൈൻ കട്ടിങ് ചുരിദാറിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. യൂണിഫോമിൻ്റെ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നടത്താവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പറയുന്നത്. ഏലൈൻ കട്ടിങ് ചുരിദാറിൻ്റെ തുണിയുടെ മടക്ക് ഭാഗം മുകളിലായി വരത്തക്ക വിധം നാലായിട്ട് മടക്കിയിടുക. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു 6 ഇഞ്ച് വീതിയിൽ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴോട്ടായിട്ട് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. കൈക്കുഴി ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ വണ്ണം വരുന്നത് 36 ഇഞ്ച് ആണ് കേട്ടോ. വണ്ണം ഫുള്ള് വരുന്നത് 36 ഇഞ്ച്. അങ്ങനെ നമ്മൾ കൈക്കുഴിയും അടയാളപ്പെടുത്തി 6 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തിയതിന് ശേഷം നീളത്തിൽ അതൊന്ന് വരച്ചെടുക്കുക. 36 ഇഞ്ച് വണ്ണം വരുമ്പോൾ തുണി 4ആയിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 9 ഇഞ്ച് വണ്ണം വരും. 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 11 ഇഞ്ച് വണ്ണം എടുക്കുക. 11 ഇഞ്ച് വണ്ണം എടുത്ത് നീട്ടി അങ്ങോട്ട് നമ്മൾ കൈക്കുഴിയുടെ ഭാഗം അങ്ങോട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് ആ ഭാഗത്തായിട്ട് ഒന്ന് അടയാളപ്പെടുത്തണം. ഒരു 3 ഇഞ്ച് കൈക്കുഴി വരയ്ക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇഞ്ച് ഷേപ്പ് ചെയ്യുന്നത്. അതിനുശേഷം കറക്റ്റ് വണ്ണം അടയാളപ്പെടുത്തുക. 11 ഇഞ്ച് വണ്ണമാണ് കറക്റ്റ് വണ്ണം അടയാളപ്പെടുത്തുക. പിന്നീട് ഈ ഭാഗത്തായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് മാത്രം മതി. കൈയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഭാഗത്തായിട്ട് നമ്മളൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ആ 4 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും. ആ 3 പോയിൻറ്റും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്താൽ മതി. നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള കൈക്കുഴി കിട്ടും. കൈക്കുഴിയുടെ ഭാഗത്ത് ചിലർക്ക് കൈ തയ്ക്കുമ്പം ഇപ്പോൾ ചെറുതായിട്ടൊരു ചുളിവൊക്കെ വരും. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ചുളിവൊന്നും വരത്തില്ല. അങ്ങനെ നമ്മുടെ 11 ഇഞ്ച് വണ്ണം താഴെ കൂടെ മാർക്ക് ചെയ്യുക. താഴെ കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഫുള്ള് മാർക്ക് ചെയ്യേണ്ട. കാര്യം നമ്മൾ ഏലൈൻ കട്ടിങ് ചുരിദാറാണ് എടുക്കുന്നത്. അതുകൊണ്ട് താഴോട്ട് മാർക്കിങ് വേണ്ട. ആ 2 ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം 13 ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് വരുന്നത്. ആ 13 ഇഞ്ച് ഷേപ്പിൻ്റെ അടുത്ത് വെച്ച് ഒരു 1.5 ഇഞ്ച് അവിടെ ആയിട്ട് 13 ഇഞ്ച് ഷേപ്പിൻ്റെ അടുത്ത് വെച്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷേപ്പാണ്. നമ്മുടെ ഷേപ്പിനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പ് വരച്ചെടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഷേപ്പ് വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഈ അവിടെ ഒരു പോയിന്റ് ഞാൻ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൻ്റെ ആവശ്യമില്ല. സ്ലിറ്റ് ആണെങ്കിൽ മാത്രം മതി അവിടെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ആ പോയിന്റിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് നോക്കാം. ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 37 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് ഞാനിവിടെ 38 ഇഞ്ച് എടുക്കുന്നുണ്ട്. 38 ഇഞ്ച് ഒരു മാർക്ക് ചെയ്തതിന് ശേഷം 13 ഇഞ്ച് നീളമാണ് നമുക്ക് സാധാരണയായിട്ട് ടോപ്പിന് താഴ്വശം വീതി എടുക്കുന്നത്. ഇത് ഏലൈൻ കട്ടിങ് ചുരിദാർ ആയതുകൊണ്ട് നമ്മൾ 5 ഇഞ്ചും കൂടെ വീതി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ടോട്ടൽ നമ്മളിപ്പം 13 + 5 18 ഇഞ്ച് വീതി ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഷേപ്പ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷേപ്പ് കൊടുത്ത ഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത ലെങ്ത് ആ ഭാഗം ഉണ്ടല്ലോ, ആ ലെങ്തിൻ്റെ അടുത്തോട്ട് ഒരു സ്കെയിലോ, ഞാനിവിടെ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടേപ്പോ സ്കെയിലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാം. കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ 3 ഇഞ്ച് കഴുത്തകലം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കഴുത്തിൻ്റെ നീളം വരുന്നത് ഒരു 5-5.5 ഇഞ്ച്, ഒരു 5.5 ഇഞ്ചൊക്കെ ആവാം. ഒരു 5.5 ഇഞ്ചോളം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് ഒരു സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാം. ഇനി അപ്പോൾ ഞാനിവിടെ ചതുരക്കഴുത്താണ് കേട്ടോ വരയ്ക്കുന്നത്. ചതുരക്കഴുത്ത് വരയ്ക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ കഴുത്ത് ചതുരം വരയ്ക്കുമ്പോൾ മലന്ന് പോവാതിരിക്കാനാണ്, ഒരുപാടൊക്കെ തുറന്ന് പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നത്.
ഇനി നമുക്ക് ബാക്കി വരച്ചിട്ട ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ടോപ്പിൻ്റെ താഴെ അറ്റത്തായിട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ചെറിയൊരു കർവ് പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്ത് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ആ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് തൂങ്ങി ഇങ്ങനെ കിടക്കും അറ്റത്ത്. അപ്പോൾ അതില്ലാതാവാനാണ് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈയുടെ തുണിയാണ് ഈ കാണുന്നത്. ഓപ്പൺ ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ജോയിൻ ചെയ്തെടുത്ത് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫുൾ ലെങ്ത് ആയിട്ടാണ്, ഫുൾ സ്ലീവാണ് ഇവിടെ ഞാൻ കൈ എടുക്കുന്നത്. അതിന് ഞാൻ 17-18 ഇഞ്ചോളം ലെങ്ത് എടുക്കുന്നുണ്ട്. ലെങ്ത് എത്ര ആണോ വേണ്ടത് അത് അത്രയും എടുക്കുക. പിന്നെ എനിക്ക് വണ്ണം എടുത്തിരിക്കുന്നത് ഞാനിവിടെ 10 ഇഞ്ചാണ്. 10 ഇഞ്ച് വണ്ണവും എടുത്തിട്ടുണ്ട്. ഇനി കൈ വെട്ടാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. പിന്നെ അതിനുശേഷം കൈയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 1 ഇഞ്ചിൽ നിന്ന് മാർക്കിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിടത്തോട്ട് ഷേപ്പ് ചെയ്ത് കൈ വരച്ചെടുക്കുക. അതിനുശേഷം ആ ഷേപ്പിൽ കൂടെ വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് വയ്ക്കാനുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ടോപ്പിൽ കഴുത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഈ വെട്ടിയെടുത്ത കഴുത്തിൻ്റെ അരിക് 4 വശവും നമ്മൾ അടിച്ചെടുക്കുക. അരിക് 4 വശവും മൂലയ്ക്ക് കുത്തി നിർത്തി അടിച്ചെടുക്കുക. അതിനുശേഷം നല്ല വശവും കൂടെ ചേർത്ത് ടോപ്പിൻ്റെ മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പിൽ തട്ടാതെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യലിനൊന്നും തട്ടാതെ കത്രിക കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും കഴുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഷോൾഡർ ഒരുമിച്ച് വെച്ചിട്ട് ഒരു അല്പം ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കാണിച്ചു തരാം. 2 ഷോൾഡർ ഒരുമിച്ച് വെക്കുക. അതിനുശേഷം ഒരല്പം സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം മേളിലത്തെ ആ പീസ് അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കാം. ഇനി കൈ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം.
ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിരുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് കഴിഞ്ഞ് താഴോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ മാത്രം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ടോപ്പ് ഷേപ്പ് ചെയ്തതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി നമുക്ക് താഴത്തെ ഭാഗം ചുളിവില്ലാതെ മടക്കിയെടുത്ത് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ സ്റ്റിച്ചിങ് കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ ബൈ.